ഇതിനു മുമ്പ് ഞാൻ ഒരു DLED കോഴ്സ് കഴിഞ്ഞിരുന്നു, ടീച്ചിങ്ങിൻ്റെ കോഴ്സ്. എനിക്ക് ഒരു നല്ലൊരു ടീച്ചർ ആവാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാനൊരു വേറൊരു ഹായ്, എൻ്റെ പേര് സജിഹാൻ, ഞാൻ വരുന്നത് കൊണ്ടോട്ടിയിൽ നിന്നാണ്. അപ്പം ഞാൻ അസ്ലിഫയുടെ ഈ കോഴ്സ് കണ്ടതെന്ന് വെച്ചാൽ മെറ്റാഡ്സ് ത്രൂ ആണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു DLED കോഴ്സ് കഴിഞ്ഞിരുന്നു, ടീച്ചിങ്ങിൻ്റെ കോഴ്സ്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അതിൽ എനിക്ക് വേ ഓഫ് ഒരു നല്ലൊരു ടീച്ചർ ആവാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാനൊരു വേറൊരു കോഴ്സിനായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ മുന്നേ ചെയ്ത് പരിചയവും പിന്നെ കുറച്ചും കൂടി ഇതുള്ള സെയിൽസിൽ കുറച്ചുകൂടി പരിചയം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ സെയിൽസ്, ലോ ടിക്കറ്റ് സെയിൽസ് ആയിരുന്നു പരിചയം. അപ്പം അതിലൂടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ആ ടൈമിലാണ് അസ്ലിഫയുടെ വീഡിയോ കാണുന്നത്. അപ്പം ഞാനിങ്ങനെ അപ്രോച്ച് ചെയ്തു. ഫസ്റ്റ് ടൈം എല്ലാവരും എന്നോട് ചോദിച്ചു ഞാൻ എന്താണ് ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അറിയാം വെച്ചാൽ പൊതുവേ ആരും ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് യൂസ്ഡ് അല്ല, കാര്യങ്ങളല്ല. എല്ലാവരും പറയും എന്ന് വെച്ചാൽ ഇങ്ങനെ സെയിൽസൊക്കെ ഇങ്ങനെ പോയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാത്രം ഉണ്ടായതുകൊണ്ട് എനിക്ക് അത് എനിക്ക് ഓവർകം ചെയ്തുകൂടെ എന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ്, ഇവിടുത്തെ വർക്ക്ഷോപ്പും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാണുന്ന സെയിൽസ് അല്ല സെയിൽസ്. അതിൽ കുറേ കാര്യങ്ങൾ, ഇപ്പം എത്തിക്സ് ആയാലും അതുപോലെ എങ്ങനെ ആളെ അപ്രോച്ച് ചെയ്യണമെന്നുള്ള കാര്യങ്ങളും എങ്ങനെയൊക്കെ നമുക്ക് ഒരാളെ എന്താ പറയുക ഒബ്ജെക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നൊക്കെ പഠിച്ചത് ഇതിലൂടെയാണ്. പിന്നെ ഇപ്പോൾ എനിക്കിപ്പം ഇന്റേൺഷിപ്പിൽ ജസ്റ്റ് പ്ലേസ്ഡ് ആയി. അപ്പം അതിൽ വരുന്ന കോൾസും കാര്യങ്ങളും എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നും കാര്യങ്ങളൊക്കെ നമ്മളൊന്നും ഇതിലൊന്നും യൂസ്ഡ് അല്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ നല്ലപോലെ നമുക്ക് യൂസ്ഡ് ആക്കാൻ പറ്റി, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ കാര്യത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഇവിടുത്തെ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു തിയററ്റിക്കൽ ബേസ്ഡ് ആയിട്ട് പോകാന്നല്ല, ജസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്തോ അത് അപ്പോൾ തന്നെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് തരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും സാധാരണ ചെയ്യുന്ന പോലെയല്ല, ജസ്റ്റ് നമ്മൾ എന്താ പറയുക ക്ലാസ് കഴിഞ്ഞ് കേട്ട് പോകുക എന്നുള്ള രീതികളല്ല. നമ്മൾ എന്ത് പഠിച്ചോ അത് തന്നെ ഇവിടെ അപ്പോൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് തന്നെ തരുന്ന കുറെ ടാസ്കുകളും കാര്യങ്ങളും നമുക്ക് എങ്ങനെ അത് എന്താ പറയുക നമ്മുടെ ലൈഫിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നൊക്കെ കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട്.